സമാദരണീയനായ നമ്മുടെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർജി, ആരാധ്യനായ മേയർ ശ്രീ BV രാജേഷ് ജി, ബഹുമാന്യനായ ശ്രീ PS ശ്രീധരൻപിള്ളജി, പ്രിയപ്പെട്ട ഡോക്ടർ TP ശങ്കരൻകുട്ടി നായർ, ബഹുമാന്യനായ ജസ്റ്റിസ് ശ്രീ KP ബാലചന്ദ്രൻ, ശ്രീ ഷാബു പ്രസാദ്, ഗ്രന്ഥകാരനായ ഡോക്ടർ P രാധാകൃഷ്ണൻ നായർ, ബഹുമാന്യരെ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മഹത്തായ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അത്യപൂർവമായ ഒരു ഗ്രന്ഥം ആണ്. 10,000 വർഷങ്ങൾ അതിനിടയിലൂടെ കടന്നു പോകുന്ന ഒരു മഹാഭൂമികയുടെ ചരിത്ര സന്ധികളിലൂടെ സഞ്ചരിക്കുകയാണ് പ്രിയപ്പെട്ട ഡോക്ടർ രാധാകൃഷ്ണൻ നായർ. അദ്ദേഹം ഗൈനക്കോളജിസ്റ്റാണ്, ചരിത്രകാരനല്ല. അല്ലെങ്കിൽ ചരിത്രകാരനായ ഗൈനക്കോളജിസ്റ്റ് എന്ന് ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ചരിത്രം സത്യത്തിൽ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട അന്വേഷണ രഥം ആണ്. ഭാവനയ്ക്ക് അവിടെ വലിയ പ്രസക്തിയില്ല. ചരിത്രം സത്യമാണ്, സത്യപഥത്തിലൂടെയുള്ള യാത്രയാണ്. ആ നേർ സഞ്ചാരം ആണ് ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ രാധാകൃഷ്ണൻ നായർ നടത്തിയിരിക്കുന്നത് എന്ന് വളരെ അഭിമാനപൂർവ്വം ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്ത, അങ്ങനെയാണ് സാധാരണഗതിയിൽ വായിച്ചിട്ടല്ല പ്രകാശനത്തിന് പോവുക പലരും. പക്ഷെ എനിക്ക് അങ്ങനത്തെ അസുഖമുള്ളത് കൊണ്ട് ഞാനിത് മുഴുവൻ വായിച്ച് തീർത്തു എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. പലപ്പോഴും ചരിത്രം സങ്കുചിതമായി തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഭാവനാത്മകമായി മാറുന്ന കാഴ്ചയും അനുഭവപ്പെടാറുണ്ട്. സത്യത്തിന് അങ്ങനെ, ചരിത്രത്തിന് അങ്ങനെ ഒരു വഴി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ അന്വേഷണ പഥം സത്യാത്മകമാണ്, യാഥാർത്ഥ്യങ്ങളിലൂടെ ഉള്ളതാണ് എന്നർത്ഥം. ഒരു മഹാഭൂമികയുടെ 10,000 വർഷത്തെ ചരിത്രം എനിക്ക് അത്ഭുതം തോന്നി. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇത്ര മഹത്തായ ഒരു ചരിത്രഘട്ടം അവകാശപ്പെടാൻ കഴിയുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്കാരം എന്ന് ഞാൻ പറയട്ടെ, എനിക്ക് ഭാരതത്തെ ഒരു രാജ്യം എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഒരു മഹാസംസ്കൃതി എന്ന് അടയാളപ്പെടുത്തുന്നത് ആണ് എന്ന് ഞാൻ പറയട്ടെ. അത് വളരെ ഭംഗിയായി എന്ന് പറയാം. നമ്മുടെ ബഹുമാന്യനായ ശ്രീ ശ്രീധരൻപിള്ള സാറിൻ്റെയും ആരോഗ്യശാസ്ത്രജ്ഞനായ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മലിൻ്റെയും അതുപോലെ തന്നെ ചരിത്രകാരനായ TP ശങ്കരൻകുട്ടി നായരുടെയും ഒക്കെ ആമുഖങ്ങളുടെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഞാനതൊക്കെ വായിച്ചു ശ്രദ്ധാപൂർവം എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഭാരത ചരിത്രത്തെ പുസ്തകം വായിക്കാൻ ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് ഏതാനും വാക്കുകൾ പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഭാരത ചരിത്രത്തെ പല ഘട്ടങ്ങളായി വിഭജിച്ച് പഠിക്കുകയാണ് ഗ്രന്ഥകാരൻ. BC 7000 മുതൽ 1700 വരെ നീളുന്ന സുദീർഘമായ വേദപൂർവകാലം, അതാണ് ആദ്യത്തെ ഘട്ടം. വേദപൂർവകാലം, വേദപൂർവകാലത്തിൻ്റെ തിരുശേഷിപ്പുകൾ ചില ശ്ലോകങ്ങളായി ഇവിടെ നമുക്ക് അദ്ദേഹം കാഴ്ചവെക്കുന്നു. 3012 BC മഹാപ്രളയത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം 95 തലമുറകൾ കഴിഞ്ഞ് സംഭവിച്ച കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണം ഈ പുസ്തകത്തിൽ നാം വായിക്കാം. നല്ല കൃത്യമായ ചരിത്ര അടയാളങ്ങൾ, സന്ധികൾ ഈ പുസ്തകത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. വേദകാലം, വേദപഠനം, ഇതിഹാസകാലം, അങ്ങനെ പ്രധാനമായും ഒരു ചരിത്ര ഗ്രന്ഥത്തെക്കാൾ അപ്പുറത്തേക്ക്, അതിനും അപ്പുറത്തേക്ക് ഒരു സംസ്കാര കാല നിർണയനം ആണ് ഇവിടെ ഗ്രന്ഥകാരൻ നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് വേദം അല്ലേ, അതിനുശേഷം ഇതിഹാസം, പിന്നെ ബുദ്ധമതത്തിൻ്റെ ആവിർഭാവം, ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ജാതി വ്യത്യാസങ്ങളുടെ അവസ്ഥാവിശേഷം. ബുദ്ധമത കാലത്താണ് ജാതി എന്നുള്ളത്, ആദ്യ കാലഘട്ടങ്ങളിൽ അതില്ല.
പലപ്പോഴും ഹിന്ദു അല്ലെങ്കിൽ ഇതിഹാസ കാലത്താണ് ജാതിയുടെ ആവിർഭാവം എന്ന് തെറ്റായി ധരിക്കുന്നതിനെ തിരുത്തുന്നുണ്ട് രാധാകൃഷ്ണൻ നായർ. ബുദ്ധമത കാലത്ത് സംഭവിച്ച ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു. ആശാന്റെ ദുരവസ്ഥയിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ നാവു വരണ്ടഹോ എന്ന് ബുദ്ധ ഭിക്ഷു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകതകൾ. അതിനുശേഷം വിദേശ അധിനിവേശങ്ങൾ, അത് നമ്മുടെ രാജ്യത്തിനല്ല നമ്മുടെ സംസ്കാരത്തിന് മേലേൽപ്പിച്ച വളരെയധികം ദുഃഖകരമായ അവസ്ഥാവിശേഷങ്ങൾ. BC 600 മുതൽ 300 വരെയുള്ള അലക്സാണ്ടറുടെ ഭരണകാലം ഈ ഗ്രന്ഥത്തിൽ ഏറെ വാചാലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തീർച്ചയായും എങ്ങനെ ഭാരതം ഇന്ത്യയായി പരിണമിച്ചു എന്നുള്ളതാണ്. അതൊക്കെ വളരെ സൂക്ഷിച്ച് പഠിക്കേണ്ട, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും എൻ്റെ പ്രിയപ്പെട്ട പ്രദീപടക്കം പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം, ഒരു ചരിത്ര വസ്തുതയാണ് അത് എന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് വഴിയാണ് പ്രധാനമായും ഈ കാര്യങ്ങൾ ഇനി ജനമധ്യത്തിൽ എത്തിക്കേണ്ടത്. പലപ്പോഴും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഉപരിപ്ലവമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവം എന്താണ്, അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളും ഇങ്ങനെ വളരെ ഉയരത്തിൽ സൂപ്പർഫ്ലൂവസ് ആയിട്ട് ചർച്ച ചെയ്തു പോവുകയാണ്. ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇനിയും നിങ്ങൾ വിജയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതെൻ്റെ അഭിപ്രായമാണ്, അവിടെ ഇരിക്കട്ടെ. അപ്പം ഈ ഗ്രന്ഥത്തിലേറെ വാചാലമായി ചർച്ച ചെയ്യുന്ന ഇന്ത്യ ഓർ ഹിന്ദുസ്ഥാൻ എന്ന പദം. ഹിന്ദുസ്ഥാൻ, പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ഹിന്ദുസ്ഥാൻ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതിനെ കുറിച്ച് ഇത് ചർച്ചയുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഇവിടെ ഇന്ത്യ എന്നുള്ളത് എങ്ങനെ രൂപം കൊണ്ടു? സിന്ധു നദീതീരത്ത് ജീവിച്ചിരുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് സംഭവിച്ച ഇൻഡസ് ഹിന്ദു എന്ന പദത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ഒക്കെ വളരെ ഭംഗിയായി രാധാകൃഷ്ണൻ നായർ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു. ഒരു സാഹിത്യ കൃതിക്ക് ഇണങ്ങുന്ന, ചരിത്രകൃതിക്ക് എന്നതുപോലെ തന്നെ ഒരു സാഹിത്യ ഗ്രന്ഥത്തിന് കൂടി ചേരുന്ന ഭാഷയുടെ ഭംഗി ഈ പുസ്തകത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഏറെ പാരായണക്ഷമമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ കാലത്തിന് ശേഷം സംഭവിക്കുന്ന നമ്മുടെ മഹത്തായ 3 വിശിഷ്ട, നമ്മുടെ സംസ്കാരം ഏത് ഭൂമികയിലാണോ കാലുറപ്പിച്ചു നിൽക്കുന്നത് ആ 3 ഗ്രന്ഥങ്ങൾ, മഹാഭാരതം, അതിനു മുമ്പ് രാമായണം, ഒടുവിൽ ഭഗവത്ഗീത, എല്ലാം ചിട്ടയായി ഇവിടെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഗുപ്തകാലത്തിൻ്റെ സുവർണാവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ബുദ്ധമതകാലം, ജാതിചിന്ത വളർന്ന ഘട്ടം, തെക്കേ ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനം, ഇത് കഴിയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളിച്ച, എല്ലാവരെയും അഭിമാനം കൊള്ളിക്കേണ്ടതാണ്, എനിക്ക് അല്പം വിശേഷ അഭിമാനമുണ്ട് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്, മഹാനായ ശങ്കരാചാര്യരുടെ ആ ഒരു ജീവിതഘട്ടം എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ശങ്കരാചാര്യ ഹു ലിവ്ഡ് ഫ്രം 1788 to 820, 32 വയസ്സ് മാത്രം ജീവിച്ചിരുന്ന മഹാനായ ശങ്കരാചാര്യർ എൻ്റെ ഗ്രാമത്തിൻ്റെ അയൽ ഭൂമികയിലാണ്, തൊട്ടടുത്ത് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത്. അതിലെ ഒഴുകുന്ന പുഴ ഇപ്പോഴും ഞങ്ങളുടെ ഗ്രാമഹൃദയത്തിലൂടെ ഒഴുകുന്നു. അതിലിടയ്ക്കിടയ്ക്ക് പോയി ഞാൻ കുളിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കൊരു സന്തോഷമാണ്. അദ്വൈതം രണ്ടല്ല. ഈ ഭാരതം ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സുവിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് രണ്ടല്ല, ദെൻ ഒന്നാണ് എന്നുള്ള ആ ഒരു ഘട്ടം. അങ്ങനെ ഓരോ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് രാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല, വിട്ടുകളയുന്നു, ഞാൻ മറിച്ച് കളയുന്നു. മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻജി വായിക്കുക, ആസ്വദിക്കുക, ആനന്ദിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. നന്ദി, സന്തോഷം. ജയ് ഹിന്ദ്.